2024 വർഷത്തെ നമ്മൾ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ 2023 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഹലോ, കേൾക്കണുണ്ടോ? 2022 അവസാനം ഇതേ ചോദ്യം നമ്മൾ കേട്ട സമയത്ത് നമ്മളെ മനസ്സിലൊരു തോന്നലുണ്ടായി. എന്തായിരുന്നു ആ തോന്നല്? 2022 അത്ര പോരായിരുന്നു, 2023 ഞാൻ കാണിച്ചു തരാം. അല്ലേ? സ്വർണ്ണം അതങ്ങനെയാണ്, മനുഷ്യരങ്ങനെയാണ്. 2023 വർഷം ആശാവഹമായ പുരോഗതി ഉണ്ടായില്ല എന്നാണെങ്കിൽ ഈ സമയമാണ് ആളുകൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. ഡിസംബറിന്റെ ആദ്യം മുതൽ ഡിസംബറിന്റെ അവസാനം വരെയുള്ള 31-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ മനുഷ്യർ ഭയങ്കര തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. ജീവിതത്തെ പറ്റി ചിന്തിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൂടെ കൊഴിഞ്ഞു പോകുന്നു, എന്റെ പ്രായം ഒന്നുകൂടെ കൂടിയിരിക്കുന്നു, അടുത്ത വർഷമെങ്കിലും എനിക്ക് ജീവിതം തിരിച്ചു പിടിച്ചേ പറ്റത്തുള്ളൂ. ഏതോർണം 2023 വർഷം എന്തുമാകട്ടെ, തൂവിപ്പോയ പാലിനെ പറ്റി കരയരുതെന്ന പ്രമാണം അല്ലേ? ഒരമ്മ പാല് കാച്ചുകയാണ്, പാല് കുറെ തൂവിപ്പോയി, അമ്മയിരുന്ന് കരയുകയോ എന്റെ പാല് പോയി കൊണ്ട് വല്ല കാര്യമുണ്ടോ? അത് പോയി. വരാനിരിക്കുന്ന സമയം അനുകൂലമാക്കുവാൻ വേണ്ട ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് ഉറച്ചു നിന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും 2024 ഒരു ഐശ്വര്യ വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. അപ്പൊ ചിലത് ചോദിക്കും, അനുഗ്രഹിക്കാൻ ഇയാളാരാ? മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കഴിവ്, മനുഷ്യർക്ക് മറ്റുള്ള മനുഷ്യരെ അനുഗ്രഹിക്കാം, ജീവജാലങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കാം. നമ്മള് കൈ ഉയർത്തി ഒരാളെ അനുഗ്രഹിച്ചാൽ, മകനെ അനുഗ്രഹിച്ചാൽ, മകളെ അനുഗ്രഹിച്ചാൽ, സുഹൃത്തിനെ അനുഗ്രഹിച്ചാൽ, ബന്ധുവിനെ അനുഗ്രഹിച്ചാൽ, അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തി അത് ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും ആ അനുഗ്രഹം അയാളിൽ ചെന്ന് വസിക്കും, അത് ഫലം പുറപ്പെടുവിക്കും. അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തി അത് ഏറ്റെടുത്തില്ലെങ്കിലോ അത് അനുഗ്രഹിച്ച ആളിലേക്ക് തന്നെ പോരും. ഇതുപോലെ തന്നെയാണ് ശാപങ്ങൾ. നമ്മൾ ശാപം എന്ന് കേട്ടിട്ടുണ്ടോ? ശപിക്കുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ചിലർ അപാരമായിട്ട് മനസ്സിൽ വേദനിക്കുന്നവരുണ്ട്. എന്റെ അച്ഛൻ എന്നെ പണ്ട് ശപിച്ചു. അച്ഛൻ അകാരണമായിട്ട് ശപിച്ചതാകാം, ദേഷ്യം ഒന്നും പറഞ്ഞ് ശപിച്ചതാകാം, നീ ഒഴിഞ്ഞു പോകുന്നു അതൊക്കെ പറഞ്ഞതാ. ഉറക്കെ പറഞ്ഞാൽ നിങ്ങൾ ശാപം നിങ്ങൾ കേട്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഭാരം മനസ്സിലേക്ക് നടക്കുന്ന ആളുകളുണ്ട്. അയ്യോ, എന്റെ അച്ഛൻ എന്നെ ശപിച്ചോണ്ട് എനിക്ക് ഇനി ഐശ്വര്യം കിട്ടില്ല. ആർക്കെ ശാപം ഏൽക്കുള്ളൂ? ഇപ്പൊ പറഞ്ഞ നിയമപ്രകാരം അനുഗ്രഹം ആർക്കേ ലഭിക്കത്തുള്ളൂ? ഏറ്റെടുത്തവരിലെ അനുഗ്രഹം കൂടി കൊള്ളത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് തിരിച്ചു പോരും. ഇതുപോലെ തന്നെയാണ് ശാപവും. ശാപം ആർക്കേ ഏൽക്കത്തുള്ളൂ? ആ ശാപം കേട്ട് പേടിച്ചവൻ ഏറ്റെടുത്തവന് ശാപം ഏൽക്കും, ഇല്ലെങ്കിലോ ശാപിച്ചവന് തന്നെ നാശം. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഞാൻ അനുഗ്രഹിച്ചു, നിങ്ങൾ ഏറ്റെടുത്തോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ 2024 ഐശ്വര്യ വർഷമായിരിക്കും. നിങ്ങളുടെ സാമ്പത്തിക മേഖല, കുടുംബം, കുഞ്ഞുങ്ങൾ, നിങ്ങൾ കൈവെക്കുന്ന മേഖലകളിലെല്ലാം ഐശ്വര്യമുണ്ടാകും. ദൈവം നിങ്ങളുടെ കുടുംബത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഏറ്റെടുത്തു. മനുഷ്യ മനസ്സുകളിൽ മാറ്റം ഉണ്ടാക്കേണ്ടത് ദൈവമാണ്. ഒരു തൈ നട്ടുവെച്ചാൽ, ഒരു റബ്ബറോ കമുകോ തെങ്ങോ റോസയോ നട്ടുവെച്ചാൽ നമുക്കത് നട്ടുവെക്കാൻ വെള്ളമൊഴിക്കാൻ വളമിടാം. പ്രകൃതി പ്രപഞ്ചം അനുകൂലമായാലാണ് വിളവ് ലഭിക്കുന്നത്. സ്വർണ്ണം അതാണ്. ഒരു മുക്കുവന് കടലിലേക്ക് പോകാം, പ്രപഞ്ചം അനുകൂലമാണെങ്കിൽ അവന് ധാരാളം മീൻ പിടിച്ചുകൊണ്ട് തിരിച്ചു വരാം. പ്രപഞ്ചം അനുകൂലമല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദൈവം. എന്താ ദൈവത്തിന്റെ നിയമം? മനുഷ്യരോട് പറഞ്ഞിരിക്കുന്നത് വിതയ്ക്കാനാണ്, വിളവിനെ പറ്റി ആകുലപ്പെടാൻ പറഞ്ഞിട്ടില്ല. വിതച്ചതിന് ശേഷം ഇരുന്ന് വിളവിനെ പറ്റി ആകുലപ്പെട്ടാൽ, അയ്യോ ദൈവമേ, ഞാൻ പറയുന്നവരൊന്നും കേൾക്കത്തില്ല, അല്ലേലും എനിക്കൊന്നും ശരിയാകത്തില്ല, എന്നോട് ആരും വരത്തില്ല, വന്നാലും ആരും വർക്ക് ചെയ്യത്തില്ല, ഇങ്ങനെ എപ്പോഴും ടെൻഷൻ അടിക്കുന്ന, എപ്പോഴും മാനസികമായിട്ട് റിസൾട്ടിനെ പറ്റി ആകുലപ്പെടുന്ന വ്യക്തിക്ക് റിസൾട്ട് കൊടുക്കുമോ ദൈവം? പ്രിയ സുഹൃത്തുക്കളെ, ദൈവത്തിന്റെ ജോലിയാണ് അവർ ചെയ്യുന്നത്. അവർ ചെയ്യേണ്ടത് എന്താ?
അവർ ചെയ്യേണ്ടത് വർക്കിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, റിസൾട്ടിൽ അവർ ഫോക്കസ് ചെയ്യേണ്ടതില്ല. റിസൾട്ട് കൊടുക്കേണ്ടത് ആരാ? ദൈവമാണ്. വിതയ്ക്കുന്നവന് വിളവിന് അർഹതയുണ്ട്. നിങ്ങൾ തെക്കോട്ടായിരിക്കും വിതയ്ക്കുന്നത്, വിളവ് വരുന്നത് പടിഞ്ഞാറ് നിന്നായിരിക്കും. വിതയ്ക്കുന്നവൻ എന്തുണ്ട്? വിളവിന് അർഹതയുണ്ട്. അപ്പൊ മനസ്സിലെ ആശങ്കകളും ഉത്കണ്ഠകളും അനാവശ്യമായിട്ടുള്ള വികാര വിക്ഷേപങ്ങളുമാണ്. അത് നിർത്തിവെക്കുക. അതിനുശേഷം വർക്കിൽ ഫോക്കസ് ചെയ്യുക.